നമസ്കാരം. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമെന്ന CAG നിഗമനത്തിനൊപ്പം നിൽക്കണോ വേണ്ടയോ എന്ന് പ്രതിപക്ഷം ആലോചിക്കണമെന്ന് ധനമന്ത്രി തോമസ് ഐസക്. VD സതീശൻ MLA അടിയന്തര പ്രമേയത്തോട് പ്രതികരിക്കുകയായിരുന്നു ധനമന്ത്രി. അതേസമയം CAG റിപ്പോർട്ട് അതീവ ഗൗരവതരമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധനമന്ത്രി CAGയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. ചോദ്യങ്ങൾക്ക് ഐസക് കൃത്യമായ മറുപടി പറഞ്ഞില്ലെന്നും ധനമന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ UDF കൺവീനർ MM ഹസൻ ലൈഫ് പദ്ധതി റദ്ദാക്കുമെന്ന് പ്രസ്താവിച്ചത് LDF വലിയ പ്രചാരണ വിഷയം ആക്കിയിരുന്നു. ജനക്ഷേമ പ്രവർത്തനങ്ങൾ UDF വന്നാൽ ഇല്ലാതാകും എന്നൊരു ആശങ്ക പടർത്താനും അത് വോട്ടാക്കി മാറ്റാനും LDFനായി. ഇപ്പോൾ കിഫ്ബിക്കെതിരെ UDF രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന പ്രതീതിയാണ് ഇന്നത്തെ അടിയന്തര ചർച്ച ഉണ്ടാക്കിയത്. അതുതന്നെയാണ് VD സതീശന്റെ പ്രമേയത്തിന് അവതരണാനുമതി നൽകിയത് വഴി LDF ലക്ഷ്യമിട്ടതും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ലെന്ന് UDFനോട് പറയാനുള്ളൂ. ഞാൻ അനൂപ് വിപണാടൻ, സ്വാഗതം മംഗളം ന്യൂസിലേക്ക്. സർ, 2018 മാർച്ചിൽ അവസാനിച്ച കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച റിപ്പോർട്ടിലെ നിരീക്ഷണങ്ങളാണ് ഈ അടിയന്തര പ്രമേയത്തിലെ ഉള്ളടക്കം എന്ന് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി രാവിലെ ഒരു ചോദ്യം പ്രതിപക്ഷത്തോട് ചോദിച്ചു. ഈ ഓഡിറ്റ് നിരീക്ഷണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നോ എന്നാണ്. ഒറ്റ വാചകത്തിലുള്ള മറുപടി, ഈ ഓഡിറ്റിലെ നിരീക്ഷണങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നു എന്നാണ്. കാരണം ഇത് ആദ്യമായി ഈ ഓഡിറ്റ് നിരീക്ഷണമല്ല. ഇത് കിഫ്ബി ബില്ല് ഈ നിയമസഭയിൽ വന്നപ്പോൾ 303 റൂൾ 303 ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ലീഗൽ ഒബ്ജക്ഷൻ, ആ ബില്ലിന്റെ വിശദമായ ചർച്ചാവേള, മസാല ബോണ്ട് 9.72% പലിശയ്ക്ക് വിദേശത്ത് നിന്ന് കൊള്ള പലിശയ്ക്ക് കടമെടുത്തതിനെ സംബന്ധിച്ച് ഈ നിയമസഭയിൽ ഞാൻ തന്നെ അവതരിപ്പിച്ച അടിയന്തര പ്രമേയം നിരവധി അവസരങ്ങളിൽ കിഫ്ബി സംബന്ധിച്ച ചർച്ചകളിൽ ഞങ്ങൾ ഉന്നയിച്ച ആശങ്കകൾ, ഉത്കണ്ഠകൾ, പ്രതിപക്ഷം ഈ സഭയിൽ പറയാത്തതൊന്നും ഈ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുക. ഞങ്ങൾ പറഞ്ഞതിന്റെ ആവർത്തനം മാത്രമാണ് ഇവിടെയുള്ളത്. അത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ധനകാര്യമന്ത്രി പറഞ്ഞത്, ഇതിനെ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഢാലോചന നടത്തിയതുപോലെ CAGയെ കൊണ്ട് നമ്മൾ ഇത് എഴുതിച്ചു എന്നുള്ള വ്യംഗ്യാർത്ഥത്തിലാണ് ധനകാര്യമന്ത്രി പറഞ്ഞത് എന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. സാർ, കിഫ്ബിയുടെ ഫണ്ട് എവിടെ നിന്നാ? കിഫ്ബി സെൽഫ് ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ ഇൻസ്ട്രുമെന്റാലിറ്റി ആണോ? അല്ല. സംസ്ഥാനത്തിന്റെ പെട്രോളിയം സെസ്സിൽ നിന്നും മോട്ടോർ വാഹന നികുതിയുടെ വിഹിതത്തിൽ നിന്നുമാണ് ഫണ്ട്. സർ, 2018-19 വരെ ആ ഇനത്തിൽ 3372.85 കോടി അതിനുവേണ്ടി നീക്കിവച്ചിരുന്നു. 2018-19 കടമെടുപ്പ്, അതായത് കിഫ്ബിക്ക് വേണ്ടി മാത്രം നടത്തിയ കടമെടുപ്പ് 3005.77 കോടിയാണ്. അതിൽ 2150 കോടി രൂപ 9.72% പലിശയ്ക്ക് വാങ്ങിച്ച മസാല ബോണ്ട് വിറ്റഴിച്ച് വാങ്ങിച്ചതാണ്. സർ, ഒരു കാര്യം മന്ത്രി വളരെ തന്ത്രപൂർവ്വം കിഫ്ബിയെ വിമർശിച്ചിരിക്കുന്നു ഓഡിറ്റ് റിപ്പോർട്ടിൽ എന്നാണ് പറഞ്ഞത്. ഈ ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചാൽ കിഫ്ബിയെ ആണോ വിമർശിച്ചിരിക്കുന്നത്? കിഫ്ബിയെ അല്ല വിമർശിച്ചിരിക്കുന്നത്, കിഫ്ബിയുടെ ഓഫ് ബഡ്ജറ്റ് കടമെടുപ്പിനെ സംബന്ധിച്ചാണ്. സർ, ഒരു കാര്യം, പലതരത്തിലുള്ള ഓഡിറ്റിംഗ് ഉണ്ട്. പെർഫോമൻസ് ഓഡിറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഓഡിറ്റിംഗ് ഉണ്ട്, കംപ്ലയൻസ് ഓഡിറ്റിംഗ് ഉണ്ട്. ഈ ഫിനാൻസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കംപ്ലയൻസ് ഓഡിറ്റിംഗ് ആണ്. ഭരണഘടനയുടെ പ്രൊവിഷൻസ്, വിവിധ നിയമങ്ങളുടെ പ്രൊവിഷൻസ്, ഗവൺമെന്റ് കാലാകാലങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ഇതെല്ലാം ഗവൺമെന്റിന്റെ ട്രാൻസാക്ഷനുകളിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ, കംപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നാണ് കംപ്ലയൻസ് ഓഡിറ്റ്. ഭരണഘടന സംബന്ധിച്ച് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി പരിശോധിക്കാൻ CAGക്ക് അധികാരമില്ല എന്നുവരെ പല LDF നേതാക്കന്മാരും പറയുന്നത് കേട്ട ആളുകൾ മൂക്കത്ത് വിരൽ വയ്ക്കുകയാണ്. പക്ഷേ ഈ സഭയ്ക്കകത്ത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അത് സത്യമാണെന്ന് കുറെ ആളുകളെങ്കിലും ധരിക്കുമെന്ന മിഥ്യാധാരണയാണ് അദ്ദേഹത്തെ ഇതിന് പ്രേരിപ്പിച്ചതെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. സർ, ഇവിടെ CAG റിപ്പോർട്ടിനെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. അദ്ദേഹം CAGയുടെ ഓഡിറ്റ് റിപ്പോർട്ടിനെ കുറിച്ച് അതിൻ്റെ റെഗുലേഷൻ 206 പ്രകാരം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് അദ്ദേഹത്തിന് മനസ്സിലാവാതെ പോകുന്നത്? അത് പ്രകാരം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്ന ഏതൊന്നിനെ കുറിച്ചും
സർക്കാരിന് വിശദീകരണം നൽകാൻ അവകാശമുണ്ട്. അങ്ങനെ അവകാശമുണ്ടെന്നിരിക്കെ AGയുടെ റിപ്പോർട്ടിൽ ഇല്ലാത്തതും എക്സിറ്റ് മിനിറ്റ്സിൽ ഇല്ലാത്തതും എക്സിറ്റ് മീറ്റിംഗിൽ ഉന്നയിക്കാത്തതും ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ ഇല്ലാത്തതും C&AGയുടെ റിപ്പോർട്ടിൽ 3 പേജായിട്ട് അഡീഷണൽ ആയി ചേർത്തത് വളരെ നിസ്സാരമായിട്ടാണ് അദ്ദേഹം ഇവിടെ വിശദീകരിക്കുന്നത്. ഇതൊരു ഭരണഘടനാ പ്രശ്നമാണ്. ഇതൊരു സർക്കാരിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ഇത്തരത്തിൽ ചെയ്യുന്നതിന് C&AGക്ക് എന്ത് അധികാരം, എന്ത് അവകാശം, അതേക്കുറിച്ച് ഒരു വാക്കെങ്കിലും പറയാൻ ബഹുമാന്യനായ അംഗം VD സതീശൻ തയ്യാറായില്ല. അദ്ദേഹത്തിന് പിറകെ ഇനി സംസാരിക്കാൻ അവകാശമുള്ളവർ തയ്യാറാവണം എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. 2, ഭരണഘടനയിലെ 293 വകുപ്പ് സർ അദ്ദേഹം വിശദീകരിച്ചു. സ്റ്റേറ്റിന്റെ അധികാരാവകാശത്തെക്കുറിച്ച് ബഹുമാന്യനായ സതീശൻ, സ്റ്റേറ്റിനെ കുറിച്ചൊരു നിർവചനം ഭരണഘടനയിലുണ്ട്. ആ നിർവചനത്തിൽ ഉൾപ്പെടുന്ന ഒരു സംവിധാനമാണോ കിഫ്ബി? ബഹുമാന്യനായ VD സതീശൻ ഇപ്പൊ എഴുന്നേറ്റ് നിന്നാൽ ഞാൻ ഇരുന്ന് തരാം. അദ്ദേഹത്തോട് ഞാൻ ആവശ്യപ്പെടുകയാണ്, സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്നതാണോ കിഫ്ബി? സ്റ്റേറ്റിന്റെ നിർവചനത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ആ 293 ആർട്ടിക്കിൾ 7 പറഞ്ഞിരിക്കുന്നത്. സർ ഞാൻ പറഞ്ഞു എഴുന്നേറ്റ് തരാം അവസരം ഞാൻ തരും, അവസരം തരും. അപ്പോ സർ എനിക്ക് പറയാനുള്ള പറയട്ടെ, അവസരം ഉറപ്പായിട്ട് കൊടുക്കുക. സർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ ഏത് ഒറ്റ കാര്യമുള്ളൂ. എന്റെ സമയം സ്പീക്കർ ഒരു കാര്യം തന്നാൽ മതി. എന്റെ സമയത്തിൽ അത് നഷ്ടപ്പെടില്ലല്ലോ. അങ്ങ് സംസാരിച്ചതിന് ശേഷം മതി. എന്റെ സമയത്തിൽ നഷ്ടപ്പെടില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇരുന്ന് കൊടുക്കാം. അത് നഷ്ടപ്പെടും സർ. എന്റെ സമയം എനിക്ക് ആ വളരെ കുറച്ച് സമയം. സർ ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ബഹുമാന്യനായ സതീശൻ മനസ്സിലാക്കണം, ആർട്ടിക്കിൾ 293 പ്രകാരം ഓഫ് ബഡ്ജറ്റിനെ കുറിച്ച്, സ്റ്റേറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഒക്കെ പരാമർശിക്കുന്ന കാര്യങ്ങളുടെ വിശദാംശം താങ്കൾക്ക് അറിയാത്തതല്ല, പക്ഷെ താങ്കൾ മറച്ചു വെക്കുകയാണ്. ഇവിടെ സർ ഓഫ് ബഡ്ജറ്റ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താ? അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് C&AG നടത്തിയിട്ടുള്ള റിപ്പോർട്ടിന്റെ പരാമർശം ഇവിടെ വായിച്ചു. വളരെ ശരിയാണ്. അവിടെ ബഡ്ജറ്റ് പ്രൊവിഷനിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ബോറോയിങ് നടത്തുന്നതിന് തീരുമാനിച്ചതാണ് കൂടുതലായത്. അത് ഏതൊക്കെയാണെന്ന് വളരെ കൃത്യമായി പറയുന്നു. ദീൻ ദയാൽ ഉപാധ്യായ, അതുപോലെ തന്നെ ജൽ ജീവൻ മിഷൻ, ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ചതാണ്. ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി അവതരിപ്പിച്ച ആനുവൽ ഫിനാൻസ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഓഫ് ബഡ്ജറ്റായിട്ട് പണം വകയിരുത്തി കടം വാങ്ങുമ്പോൾ പരിധിയുണ്ട്. ഇവിടെ ആ പ്രശ്നം ഉദിക്കുന്നില്ല. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങളും ഭരണഘടനയെ സംബന്ധിച്ച് ഓഡിറ്റിൽ പറഞ്ഞ കാര്യങ്ങളും വളരെ കൃത്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. അത് അവസാന വാക്കായതുകൊണ്ടല്ല. ഇപ്പം ഞാനിവിടെ എൻ്റെ അറിവിൻ്റെയും എൻ്റെ വിവരത്തിൻ്റെയും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാം. അത് ഞാനതിൻ്റെ അവസാന വാക്കായതുകൊണ്ടൊന്നുമല്ല. പക്ഷേ അതിന് മറുപടി പറയുവാനപ്പെട്ട മന്ത്രി പറയാമെന്നല്ലാതെ ഇവിടെ പ്രകോപനം ഉണ്ടായി വലിയ രീതിയിൽ സതീശനെ വെല്ലുവിളിക്കാനൊക്കെ ഉണ്ടായ കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. സർ ഇവിടെ ജെയിംസ് മാത്യു പറഞ്ഞു കൊടുത്താണ് കാര്യം അവസാനിപ്പിച്ചത്. 60,000 കോടിയുടെ പ്രശ്നമാണ്. ഈ 60,000 കോടി രൂപ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പം തന്നെ ഇനി വീണ്ടും വരും, അദ്ദേഹം തന്നെ വീട്ടിക്കൊള്ളും എന്നുള്ളതാണ്. അങ്ങനെ മുഖ്യമന്ത്രി നേരിട്ട് വാങ്ങി നേരിട്ട് കൊടുക്കുന്ന ഒരു വാങ്ങൽ കൊടുക്കൽ ബന്ധമല്ലതിനുള്ളത്. ഇവിടെ ഇതിനെ സംബന്ധിച്ച് വ്യക്തമായ നിയമങ്ങളുണ്ട്, ചട്ടങ്ങളുണ്ട്, ഭരണഘടനയുണ്ട്. ആ വളയത്തിൽ നിന്നുകൊണ്ടേ ആർക്കും കളിക്കാൻ പറ്റുള്ളൂ. അതാണ് ഇവിടെ ചോദ്യം ചെയ്തിട്ടുള്ളത്. അത് ചോദ്യം ചെയ്യുമ്പോൾ നേരെ മേക്കെട്ട് കയറി VD സതീശനെ വെല്ലുവിളിച്ച് പിന്നെ എഴുന്നേൽക്കുമ്പോൾ സമയമില്ല എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല. സാർ, ഇന്ത്യൻ പൗരനും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റേതായ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ബാധ്യത നമുക്കെല്ലാം ഉള്ളതിൻ്റെ മുന്നിൽ നിൽക്കേണ്ട ഒരു ബാധ്യത കേരളത്തിലെ സഭയ്ക്കുണ്ട്. തീർച്ചയായിട്ടും മോഡി ഗവൺമെൻറ് മുൻവയ്ക്കുന്ന സർവാധികാരത്വ സ്വഭാവമുള്ള കാര്യങ്ങളോട് കോൺഗ്രസിനും UDFനും LDFനും രണ്ടഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരാവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള സാധ്യതകളെ നമ്മൾ എല്ലാ അർത്ഥത്തിലും നമ്മുടെ ചർച്ചയിൽ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സാർ, നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ട ഭരണഘടനയും അത് വിഭാവനം ചെയ്ത പൗരാവകാശങ്ങളും കാര്യങ്ങളും എല്ലാം ഡൽഹി തെരുവിൽ തന്നെ കർഷക സമരത്തിൽ
ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് വല്ലാതെ ചോദ്യം ചെയ്യുന്നുവെന്നത് രാജ്യത്താകെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും അതിനെക്കുറിച്ച് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും വൃത്തിയായി പറഞ്ഞിട്ടുള്ളത് മൗണ്ട് ബാറ്റനോട് തന്നെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഞാനതൊന്നും സമയമില്ലാത്തത് കൊണ്ട് ഇവിടെ ഉദ്ധരിക്കുകയല്ല. പക്ഷേ സാർ, ആർക്കുള്ളതാണ് സാർ സ്റ്റേറ്റ്? ഈ കേരളത്തിലെ പൗരന്മാരെ പ്രതിനിധീകരിക്കുന്ന നമ്മളെല്ലാം 18 വയസ്സ് കഴിഞ്ഞ് വോട്ടവകാശമുള്ളവരിൽ 19% വോട്ട് ചെയ്ത് ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഇരിക്കുന്നവർ എല്ലാവരും സാർ, ഈ പൗരന്മാരുടെ അവകാശം സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കിഫ്ബി എന്ന ഒരു ആശയം ധനകാര്യ വകുപ്പ് മന്ത്രി 2016 കൊണ്ടുവന്നതല്ല. ഒരുപക്ഷെ പ്രായോഗികമായി ഏറ്റവും വലുതായി അത് നടപ്പാക്കിയത് 2016 ശേഷമാണ്. അതിനു മുമ്പും ഞാൻ മനസ്സിലാക്കുന്ന ധനമന്ത്രി തന്നെ ഇവിടെ വിശദീകരിച്ച അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അത് കൊണ്ടുവരികയും അതിൻ്റെ ആഡിറ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്നത്തെ ഗവൺമെൻറ് UDF ഗവൺമെൻറ് വളരെ കർശനമായ ഒരു നിലപാടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സഭ കുറച്ചു നാളുകൾക്ക് മുൻപ് കിഫ്ബിയെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തത് ഞാൻ ഓർക്കുന്നു. അന്ന് ദയനീയമായി ഈ സഭാതലത്തിൽ പരാജയപ്പെട്ട് ഓടിപ്പോയ പ്രതിപക്ഷം ഇന്ന് CAGയുടെ ഒരു വാറോലയുമായി വീണ്ടും തോൽക്കാനായി കടന്നു വന്നതിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. കേരളത്തിന്റെ വികസനം സാധ്യമാക്കാൻ, പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് വലിയ വിപ്ലവം കൊണ്ടുവരാൻ 20-25 വർഷങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാവുന്ന വൻതോതിലുള്ള വികസനം ഇന്നേ യാഥാർത്ഥ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച ഒരു കാഴ്ചപ്പാട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപാകെ ജനങ്ങളുടെ മുൻപാകെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഞങ്ങൾ അവതരിപ്പിച്ചു. ജനങ്ങൾ അത് വിശ്വാസത്തിലെടുത്തു, അത് അംഗീകരിച്ചു, ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അധികാരത്തിൽ വന്നപ്പോൾ ഇടതുമുന്നണിയുടെ ഗവൺമെന്റ് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനം പാലിച്ചു. കിഫ്ബിയുമായി വികസന പദ്ധതികളുമായി മുൻപോട്ട് പോയി. അതിന്റെ ആദ്യ പ്രഖ്യാപനങ്ങളുടെ നാളുകളിൽ ഈ നിയമസഭാ തലത്തിൽ എന്തെല്ലാം പരിഹാസങ്ങൾ നമ്മൾ കേട്ടു. മലർപ്പൊടിക്കാരന്റെ സ്വപ്നമെന്ന് ധനമന്ത്രിയെ ആക്ഷേപിച്ചു, ആകാശകുസുമെന്ന് പരിഹസിച്ചു. മലയാളത്തിലെ പരിഹാസപരമായ എല്ലാ പ്രയോഗങ്ങളും വാക്കുകളും ഇവിടെ എടുത്തുപയോഗിച്ചു. എന്നാൽ ഈ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴോ കേരളത്തിലെ UDF ജനപ്രതിനിധികളുടെ നിയോജക മണ്ഡലങ്ങളിൽ ഫോട്ടോഷോപ്പിന്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി ഭംഗി കൂട്ടിയ സ്വന്തം മുഖം ആലേഖനം ചെയ്ത ഫ്ലെക്സ് ബോർഡുകൾ കിഫ്ബി പദ്ധതികളുടെ പേരിൽ നിറഞ്ഞു നിൽക്കുകയല്ലേ ഈ കേരളത്തിൽ? ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ കിഫ്ബി പദ്ധതികൾ ഇല്ലാത്തതുണ്ടോ? ചിലത് തുടങ്ങിക്കഴിഞ്ഞു, ചിലത് മുൻപോട്ട് പോകുന്നു, ചിലത് പണി പൂർത്തിയാക്കി ഉദ്ഘാടനവും കഴിഞ്ഞു. ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ, അതിലേറെ ആഹ്ലാദത്തോടെ പറയട്ടെ, വികസിത മുതലാളിത്ത രാജ്യങ്ങളിലെ നിർമ്മാണത്തെ പോലും വിസ്മയിപ്പിക്കുമാറ് എഞ്ചിനീയറിംഗ് എസ്തെറ്റിക്സിന്റെ എല്ലാ സങ്കേതങ്ങളെയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് മഹത്തായ 2 മേൽപ്പാലങ്ങൾ, അതിലൊന്ന് എന്റെ നിയോജക മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അടുത്തത് UDF അംഗത്തിന്റെ നിയോജക മണ്ഡലത്തിലുമാണ്. ഇവിടുത്തെ സ്കൂളുകളിൽ വന്ന മാറ്റം, ആശുപത്രികളിൽ വന്ന മാറ്റം, കേരളത്തിലാകെ വന്ന മാറ്റം, കാലത്തിന്റെ കൈകൾക്ക് മായ്ച്ചു കളയാനാവാത്ത വികസനത്തിന്റെ അടയാളങ്ങൾ തീർത്ത് ഈ സർക്കാർ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച് മുൻപോട്ട് പോവുകയാണ്. അപ്പോ സഹിക്കുന്നില്ല. ആർക്ക്? സംഘപരിവാരത്തിനും ഇവിടുത്തെ UDFനും. 2 കൂട്ടർക്കും സഹിക്കുന്നില്ല. സംഘപരിവാർ കേന്ദ്ര അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അഴിച്ചുവിട്ട് ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിനെ ശ്വാസം മുട്ടിച്ചില്ലാതാക്കാൻ ശ്രമിക്കുന്നു. കേന്ദ്ര ഏജൻസികളെ കുറിച്ച് നമുക്ക് മുൻപ് പറയാം. മഹാന്മാരായ ന്യായാധിപന്മാർ കോടതിയുടെ മുൻപാകെ തന്നെ നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ട്. ജസ്റ്റിസ് RM ലോധ കൂട്ടിലടച്ച തത്തയെന്ന് വിശേഷിപ്പിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. ജസ്റ്റിസ് മധു അഗർവാൾ ഡൽഹിയിലെ രാഷ്ട്രീയ ഏജന്മാരുടെ താളത്തിനൊത്ത് ചുവട് വെക്കുന്നവരെന്ന് ആക്ഷേപിച്ചത് ഇത്തരം ഏജൻസികളെയായിരുന്നു. അൽത്തമാസ് കബീർ ജസ്റ്റിസ് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയാണ് ഏജൻസികളുടെ പോക്കെങ്കിൽ ഇന്ത്യയെ രക്ഷിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ജസ്റ്റിസ് ബെറൂച്ചയെ പോലെയുള്ളവർ അത് ആവർത്തിച്ചു. അന്ന് കോൺഗ്രസിനോടൊപ്പമായിരുന്നു കേന്ദ്ര രാഷ്ട്രീയ അധികാരം. ഇപ്പോ കാലം മാറി, കോൺഗ്രസും വേട്ടയ്ക്ക് ഇരകളായി മാറി തുടങ്ങി. അപ്പോഴോ അമ്മയും മകനും കോടതിയുടെ വരാന്തയിൽ നിൽക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും. അച്ഛനും മകനും തമിഴ്നാട്ടിൽ ജയിലിൽ കിടന്നു. ചിദംബരവും കാർത്തിക് ചിദംബരവും, DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവരുടെ അനുഭവങ്ങൾ. ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരെക്കാൾ വലിപ്പമുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ അവസാനം മനസ്സുമെടുത്തു പറഞ്ഞു, ഇത് DTD ആണ്, ഡയറക്ടി ട്രിക്സ് ഡിപ്പാർട്ട്മെന്റ്. ദേശവ്യാപകമായി നിങ്ങൾ സമരം ആരംഭിച്ചു. പക്ഷേ വാളയാർ ചെക്ക് പോസ്റ്റിന് ഇപ്പുറം വന്നാൽ നിങ്ങളുടെ നിലപാട് മാറി.
ഇവിടെ BJP-യുമായി കൈകോർക്കുന്നു. ഇവിടെ കേന്ദ്ര ഏജൻസികളുടെ മുൻപിൽ മുട്ടുമടക്കി നട്ടല് വളച്ച് ശിരസ്സു കുനിച്ച് മൂത്രമൊഴിച്ചു നിൽക്കുന്നു നിങ്ങൾ. ഈ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ, കേരളത്തെ ഇല്ലാതാക്കാൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായി ഒരു പുകമറ സൃഷ്ടിക്കാൻ. അതാണ് നിങ്ങളുടെ കയ്യിൽ ഇപ്പോ C&AGയുടെ ഒരു വാറോലയുമായി നിങ്ങൾ വന്നിരിക്കുകയാണ്. C&AG എടുത്ത് തലയിൽ വെക്കുകയാണ്. ആരാണ് C&AG? C&AGയുടെ ഭരണഘടനാപരവും നിയമാനുസൃതവുമായ ഉത്തരവാദിത്വങ്ങൾ അവർ നിർവഹിച്ചാൽ ഞങ്ങൾ അവരെ ആദരിക്കും, ബഹുമാനിക്കും. എന്നാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പാക്കാൻ ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടി സ്വീകരിച്ചാൽ ഞങ്ങൾ തുറന്നു കാണിക്കും, എതിർക്കും. കണക്ക് പരിശോധിക്കാൻ വരുന്നവൻ കണക്ക് പരിശോധിച്ച് പോയിക്കൊള്ളണം. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിനെ, ഈ സഭയെ, നിയമനിർമ്മാണത്തെ, കേരളത്തിലെ ജനങ്ങളെ അപമാനിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ മുട്ടുമടക്കില്ല. ഒറ്റ വാക്കിൽ ഞാൻ പറയാം, ഞങ്ങൾ അംഗീകരിക്കുന്നു എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്താ അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, VT ബലറാം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ഞങ്ങൾ മസാല ബോണ്ട് വിദേശത്ത് പോകണമെന്ന് ഈ ഉദാരവൽക്കരണ നയങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയ പാർട്ടിയുടെ വക്താവ് പറയാണ് ഞങ്ങൾക്ക് ആകെ എതിർപ്പുള്ളത് വിദേശത്ത് നിന്ന് വായ്പ എടുക്കുന്നതിനെ കുറിച്ച് മാത്രമാണ്. മസാല ബോണ്ട് ബലറാം, CAGയുടെ നിഗമനം മസാല ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് മാത്രമല്ല, കിഫ്ബിയുടെ മുഴുവൻ വായ്പകളും സതീശൻ കൃത്യമായി പറഞ്ഞ പോലെ 293 വകുപ്പിന്റെ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമെന്ന്. ശരി, ഇങ്ങനെ ഒരു പ്രസ്താവന നിങ്ങൾ കൃത്യമായിട്ട് നടത്തിയത് വളരെ നല്ലത്. നമുക്കിതുമായിട്ട് ജനങ്ങളെടുത്ത് പോകാം. ജനങ്ങളുടെ മുമ്പിൽ കിഫ്ബി പ്രൊജക്ടുകൾ ഓരോ മണ്ഡലത്തിലും നിങ്ങളുടെ അടക്കം ഉള്ളിടത്തുണ്ട്. ഞങ്ങൾ പറയാൻ പോകുന്ന വളരെ ലളിതമായ കാര്യമാണ്. ഇത് ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞു നടക്കുന്നത് സെറ്റാണ് അപ്പുറത്തുള്ളത്. അവര് പിന്നെ ഒരു ചാൻസ് കിട്ടിയാൽ പിന്നെ ഇത് ബാക്കിയുണ്ടാവും. ചാൻസ് ഇല്ലാതെ തന്നെ പറഞ്ഞു കിടക്കുന്നു. അപ്പോൾ ചാൻസ് കിട്ടിയാലോ? അതുകൊണ്ട് ഈ വികസന പ്രവർത്തനങ്ങൾ വേണോ? ഇടതുപക്ഷം ഭരണത്തിൽ തുടരണം. പ്രതിപക്ഷ നേതാവേ, ലൈഫ് മിഷനെ ഞങ്ങൾ നിർത്തലാക്കുമെന്ന് പറഞ്ഞത് വിഴുങ്ങേണ്ടി വന്നിട്ടോ? ആലോചിച്ചോ? കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ള CAG നിഗമനത്തിനൊപ്പം നിങ്ങൾ നിൽക്കണോ വേണ്ടയോ എന്നുള്ളതൊന്ന് ആലോചിക്കാം. ഏതായാലും ഇത് മനസ്സിലാക്കിക്കോളൂ, ഹൈക്കോടതിയിൽ നടക്കുന്ന കേസിലെ കേന്ദ്ര പ്രശ്നം സ്റ്റേറ്റിന്റെ നിർവചനമാണ്. അത് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായിട്ട് പറഞ്ഞത് ഇന്ത്യ ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ദെൻ സ്റ്റേറ്റ്സിന് നിർവചിക്കുന്നത് ആ നിർവചനത്തിൽ വരത്തില്ലെന്ന്. കിഫ്ബിയും വരത്തില്ല, പൊതുമേഖലാ സ്ഥാപനങ്ങളും വരത്തില്ല. അവയെല്ലാം ബോഡി കോർപ്പറേറ്റ് ആണ്. അങ്ങനെയാണ് ഈ നിയമസഭ നിയമം പാസ്സാക്കിയിട്ടുള്ളത്. അതൊക്കെ മറന്നിട്ട് ഇത് സംസ്ഥാന സർക്കാർ തന്നെയാണെന്ന് പറയുന്നത്. ഇതാണ് എന്റെ വാദം. അപ്പോ ഞാൻ തീർത്തു പോട്ടെ. അപ്പൊ അതുകൊണ്ട് ധൃതിയാണ്. സംസ്ഥാന സർക്കാരോട് ചർച്ചയില്ല, ഒരിടത്തിനും പരിശോധനയില്ല. എവിടെ നിന്നോ എഴുതിയുണ്ടാക്കിയ 3 പേജ് എടുത്ത് ചേർത്ത് വെച്ചിട്ട് നിയമസഭയിൽ അവതരിപ്പിക്കുന്നു പറഞ്ഞു തരികയാണ്. ഈ സഭയോട് ഇതിനേക്കാൾ വലിയ അനാദരവ് ഈ ഭരണഘടനാ സ്ഥാപനം കാണിക്കാനുണ്ട് സർ. അപ്പൊ അതുകൊണ്ട് ഈ മസാല ബോണ്ട് എടുക്കുന്നത് വളരെ കൃത്യമായിട്ട് വിവരിച്ച പോലെ സംസ്ഥാന സർക്കാരല്ല, ഈ സർക്കാർ ഈ നിയമസഭ പാസ്സാക്കിയിട്ട് രൂപം നൽകിയിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് ആണ്. ഇതിന് നിയമം ഉണ്ടാക്കിയത് നമ്മളല്ലെന്ന്. കിഫ്ബി നിയമമല്ല ഈ വായ്പ എടുക്കാനുള്ള അവകാശം നൽകിയത്. ആർട്ടിക്കിൾ 246 പ്രകാരം കേന്ദ്ര സർക്കാർ ചുമതല ഈ നിയമം ഉണ്ടാക്കി. കേന്ദ്ര നിയമത്തിൽ ഫെമയിൽ ഈ നിയമസഭ രൂപം നൽകിയ ബോഡി കോർപ്പറേറ്റിന് ഈ വായ്പക്ക് അവകാശമുണ്ട്. ഈ വിവാദം മുഴുവൻ നടന്നിട്ടും റിസർവ് ബാങ്ക് അവകാശമില്ലെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാക്കന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭരിച്ചിരുന്ന ഏതെങ്കിലും കാലത്ത് ഇത് ഡയറക്റ്റ് ആണ്, ഇത് മുഴുവൻ സർക്കാർ തന്നെ കൊടുക്കുന്നതാണ്, വേറൊരു വഴിയില്ല. ആ നിങ്ങളുടെ ആനുവിറ്റി ലയബിലിറ്റി മുഴുവൻ ഏതെങ്കിലും സമയത്ത് സർക്കാരിന്റെ വായ്പയിൽ കിഫ്ബി എന്ന് പറയുന്നത് ഒരു ആനുവിറ്റി പ്രോഗ്രാം തന്നെയാണ്.
ഈ നിയമസഭ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ടാക്സിന്റെ പകുതി, പെട്രോൾ സെസ്സിന്റെ ഒരു ഭാഗം ഇത് കിഫ്ബിക്ക് കൈമാറുന്നു. നിർണയിക്കപ്പെട്ടതാണ്. ഒരു ആക്സിഡന്റൽ നേച്ചറും ഇല്ല, കൃത്യമാണ്. അത് കൊടുക്കണം. കൊടുത്തു കഴിഞ്ഞാൽ കിഫ്ബി ചെയ്യുന്നത് എന്താണ്? ഈ തിരിച്ചടവിനുള്ളിൽ തങ്ങളുടെ ലയബിലിറ്റി നിർത്തിക്കൊണ്ട് വായ്പ എടുക്കും. ഒരിക്കലും ഈ കിട്ടുന്ന വരുമാനത്തിന്റെ അപ്പുറത്തേക്ക് ബാധ്യത ഒരു കാലത്തും ഉയരില്ല എന്നും ഉറപ്പുവരുത്തുന്നതിന് ഏറ്റവും മികവാർന്നിട്ടുള്ള ഒരു അസറ്റ് ലയബിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ പ്രൊജക്റ്റും എടുക്കുമ്പോൾ അതിന്റെ ലയബിലിറ്റി എന്ന് വരും. ആ മാസം ആ വർഷം എത്രയായിരിക്കും വരുമാനം ഉണ്ടാവുക? C&H പറയുന്നത് നിങ്ങൾ പറയുന്നത് പോലെയല്ല. സംസ്ഥാന സർക്കാരിൽ നിന്ന് മാത്രമാണോ കിഫ്ബിക്ക് വരുമാനം? അല്ലെന്ന്. ഇപ്പോ 4 പ്രൊജക്റ്റുകൾ തിരിച്ചടവുള്ളതാണ്, പലിശയടക്കം തിരിച്ചു തരണം. നമ്മുടെ പെട്രോ കെമിക്കൽ പാർക്കിന് വേണ്ടി എടുത്ത പണത്തിന്റെ 400 കോടി രൂപ തിരിച്ചു കിട്ടിക്കഴിഞ്ഞു. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത് സർക്കാരിന്റെ വരുമാനം മാത്രമേ ഉള്ളൂ എന്ന്? കൊടുക്കുന്ന വായ്പയിൽ നിന്ന് തിരിച്ചടവുണ്ട്, അതും വരുമാനമാണ്. അതുകൊണ്ട് കിഫ്ബിയുടെ മോഡൽ എന്ന് പറയുന്നത് ഒരു കൺട്രോൾ ലിവറേജ് മോഡലാണ്, അല്ലെങ്കിൽ ഗ്രോയിങ് ആനുവിറ്റി മോഡലാണ്. ഇറ്റ്സ് എ ബിസിനസ് മോഡൽ. ഇത് ഇന്നോവേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ എത്ര വിസ്മയകരമായിട്ടുള്ള മാറ്റമാണ് നമ്മുടെ നാട്ടില് ഇപ്പോ വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. സമയം കഴിഞ്ഞാൽ നിർത്താൻ സാർ. അപ്പോ ഇതിന് എന്തിന് കൂടുതൽ ജാഗ്രത ഏതെല്ലാം കാര്യത്തിൽ വേണം? കൂട്ടായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമില്ലേ? കൂട്ടായിട്ടല്ലേ നിയമം പാസ്സാക്കിയത്? എന്തിനാ വഴി പിരിഞ്ഞത്? വഴി പിരിഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഈ ഇലക്ഷൻ അടുത്ത് വന്നപ്പോൾ ഉള്ള രോഗം. കാര്യം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു, അതിൻ്റെ ഒരു ആരവം വരുന്നു, രാഷ്ട്രീയമായിട്ട് ഇതിന്റെ ഗുണം ഇപ്പുറത്ത് വരുമെന്നൊരു ശങ്ക. എന്നാൽ നമ്മുടെ ലൈഫ് വേണ്ടെന്ന് പറഞ്ഞ പോലെ കിഫ്ബിയും വേണ്ടെന്ന് പറയാ. അതിന് നിങ്ങളുണ്ടാക്കിയൊരു വലിയ പ്രോഗ്രാമും പ്രൊജക്റ്റും ഉണ്ട്. കിഫ്ബിക്കെതിരായ പ്രതിപക്ഷ നീക്കം ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടും എന്നാണ് ഡോക്ടർ തോമസ് ഐസക് സഭയിൽ പറഞ്ഞത്. കിഫ്ബി പദ്ധതികൾ വേണോ വേണ്ടയോ എന്ന കാര്യം UDF ജനങ്ങളോട് പറയണം. കിഫ്ബി വായ്പ എടുക്കുന്നതിന് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങളെ BJP സർക്കാർ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് തടസ്സപ്പെടുത്തുകയാണെന്ന് ഏറെ നാളായി ആരോപിക്കുന്ന LDFന് ഒരേ സമയം UDFനെയും BJPയെയും അടിക്കാനുള്ള വടിയായി മാറുകയാണ് കിഫ്ബിക്കെതിരായ C&H റിപ്പോർട്ടും ഇന്ന് നടന്ന ചർച്ചയും. മറ്റൊരു വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.